ഐതിഹ്യമാല അധ്യായം 10. മുട്ടുസു നമ്പൂതിരി. വികട സരസ്വതിയുടെ നടനരംഗമായ നാവിനാൽ അത്യന്തം കീർത്തിമാനായിരുന്ന ഈ ബ്രാഹ്മണൻ അവരുടെ ഇല്ലം തിരുവിതാംകൂറിൽ പ്രസിദ്ധമായിട്ടുള്ള വൈക്കത്ത് ക്ഷേത്രത്തിന് സമീപമായിരുന്നു. എന്നു മാത്രമല്ല, വൈക്കത്ത് ക്ഷേത്രത്തിലെ സദ്യകളുടെ ദേഹണ്ഡങ്ങൾക്കുള്ള ഭാരവിഹിതത്വവും ഇദ്ദേഹത്തിന്റെ ഇല്ലത്തെ കാരന്മാർക്കായിട്ടുള്ളതാണ്. ഇപ്പോഴും വലിയ മടപ്പള്ളിയിൽ അടുപ്പിൽ തീയിടുന്നതിന് മുട്ടൂസ് നമ്പൂതിരി വന്നല്ലാതെ പാടില്ലെന്നാണ് വെച്ചിരിക്കുന്നത്. ഈ തറവാട്ടിൽ ഉദ്ദേശം 50 കൊല്ലം മുമ്പ് വരെ ജീവിച്ചിരുന്ന ഒരു നമ്പൂരിയെക്കുറിച്ചാണ് ഇവിടെ കുറഞ്ഞൊന്ന് പറയുവാൻ നോക്കുന്നത്. പ്രസിദ്ധനായ ഈ മുട്ടൂസ് നമ്പൂരിക്ക് അനന്യ സാധാരണമായ ഒരു വാഗ്വിലാസം സംഭവിക്കുവാനുണ്ടായ കാരണത്തെ തന്നെ ആദ്യമായി പറയാം. ഇദ്ദേഹം സമാവർത്താനം കഴിഞ്ഞ് ഉണ്ണി നമ്പൂരിയായി താമസിക്കുന്ന കാലത്ത് മൂകാംബികയിൽ പോയി ഒരു മണ്ഡല ഭജനം കഴിക്കുകയുണ്ടായി. അക്കാലത്ത് അവിടുത്തെ ദിവ്യമായിരിക്കുന്ന ത്രിമധുരം കഴിക്കുവാൻ അല്ലെങ്കിൽ സേവിക്കുവാൻ സംഗതിയായതിനാലാണ് ഇദ്ദേഹത്തിന് ഈ മാഹാത്മ്യം സിദ്ധിച്ചത്. മൂകാംബിയിലെ ദിവ്യമായിരുന്ന ആ ത്രിമധുരം മലയാളികൾക്ക് അസുലഭമാണെന്ന് പ്രസിദ്ധമാണല്ലോ. ആ ത്രിമധുരത്തിനുള്ള മാഹാത്മ്യം എന്താണെന്ന് കൂടി പറയാം. മൂകാംബിയിൽ പതിവായി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കാറാവുമ്പോൾ ശർക്കര, കദളിപ്പഴം, തേൻ ഇങ്ങനെയുള്ള മധുരദ്രവ്യങ്ങൾ ഒരു പാത്രത്തിലാക്കി ബിംബത്തിന്റെ മുൻഭാഗത്ത് വെച്ചിട്ടാണ് നടയടയ്ക്കുന്നത്. ദിവസം തോറും രാത്രികാലങ്ങളിൽ ദേവന്മാർ അവിടെ വന്ന് ദേവിയെ പൂജിക്കുക പതിവുള്ളതിനാൽ ആ ത്രിമധുര നേദ്യം കഴിക്കുന്നതും ദേവന്മാർക്ക് തന്നെയാണ് പതിവ്. അതിനാലാണ് ആ ത്രിമധുരത്തിന് അസാധാരണമായ ദിവ്യത്വമുള്ളത്. അത് സേവിക്കുന്ന മലയാളികൾക്ക് അനാദൃശ്യമായ വാണി വിലാസം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് പരദേശികർക്ക് ഇവരോടുള്ള അസൂയ നിമിത്തം ആർക്കും കൊടുക്കാതെ അത് അവിടെ ഒരു അഗാധമായി കിണറ്റിലിടുകയായിരുന്നു പതിവ്. ദിവസം തോറും രാവിലെ നട തുറക്കുമ്പോൾ തലേനാൾ രാത്രിയിൽ ദേവന്മാരാൽ ആരാധിക്കപ്പെട്ട പാരിജാതാദി ദിവ്യപുഷ്പങ്ങൾ കാണപ്പെടുന്നതിനാൽ അവിടെ തലേ ദിവസം ശാന്തി കഴിച്ച ആൾക്കും പിറ്റേന്ന് ശാന്തി കഴിക്കുവാൻ പാടില്ലെന്നൊരു ഏർപ്പാടുണ്ട്. എന്ന് മാത്രമല്ല, അകത്ത് കണ്ടത് പുറത്തു പറയുകയില്ല എന്നൊരു സത്യവും ജയിച്ചിട്ടാണ് ദിവസം തോറും ശാന്തിക്കാരെ അകത്തേക്ക് കടത്തിവിടുന്നത്. നമ്പൂരി അവിടെ എത്തി കുറച്ചു ദിവസം ഭജനം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ പതിവുകളെല്ലാം മനസ്സിലായി. ഏതുവിധവും ഈ ത്രിമുദരം സേവിക്കണമെന്ന് നിശ്ചയിച്ച് അതിന് തരം നോക്കിക്കൊണ്ട് താമസിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ പ്രഭാതമായപ്പോഴേക്കും നമ്പൂരി കുളി കഴിച്ച് മണ്ഡപത്തിലെത്തി. കണ്ണുമടച്ചിരുന്ന ജപം തുടങ്ങി. അപ്പോൾ ശാന്തിക്കാരൻ വന്ന് നട തുറന്നു. തലേ ദിവസത്തെ പൂവും മാലയും ത്രിമധുരവും എല്ലാം എടുത്ത് കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നതിന് ഒരു കുടം വെള്ളം കോരിയെടുത്തുകൊണ്ട് വന്നിട്ടാമെന്ന് വിചാരിച്ച് അദ്ദേഹം കിണറ്റുപുരയിലേക്ക് പോയി. ആ തരത്തിന് നമ്പൂരി ശ്രീകോവിലിനകത്തേക്ക് കടന്നു. കുറെ ത്രിമുദ്രം എടുത്ത് വായിലെത്തി. അപ്പോഴേക്കും ശാന്തിക്കാരൻ ഓടി വന്നു. നമ്പൂരിയുടെ കഴുത്തിൽ പിടിയും കൂടി. പിന്നെ രണ്ടുപേരും കൂടെ അവിടെ വെച്ച് യഥാശക്തി ഒരു ദ്വന്ദ്വമുണ്ടായി. എങ്കിലും നമ്പൂരി ഒരു വിധത്തിൽ വായിലാക്കിയിടത്തോളം ത്രിമുദ്രം വയറ്റിലുമാക്കി. ശാന്തിക്കാരൻ വിളിച്ച് നിലവിളിച്ചു. സംഖ്യയില്ലാത്ത ആളുകളും കൂടി. എല്ലാവരും കൂടി നമ്പൂരിയെ പിടിച്ച് പ്രഹരിച്ചു തുടങ്ങി. ആകപ്പാടെ നമ്പൂരി കുഴങ്ങി. മലയാളിയായിട്ട് താൻ ഒരുത്തനല്ലാതെ വേറെ ആരുമില്ല. എല്ലാം പരദേശികൾ, ഒരു പരിചയമില്ലാത്ത ദിക്കും. ഈശ്വര, എന്തു വേണ്ടു എന്നിങ്ങനെ വിചാരിച്ച് വിഷാദിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഒരു ഉപായം തോന്നി. ശ്വാസമെല്ലാം അടക്കിപ്പിടിച്ച് കണ്ണുമിഴിച്ച് ചത്തതുപോലെ കിടന്നു. അപ്പോഴേക്കും എല്ലാവർക്കും ഭയമായി. വേഗമെടുത്ത് അമ്പലത്തിൽ പുറത്തു കൊണ്ടുപോയി. എന്നിട്ടും ശ്വാസമില്ലാതെ ഇരിക്കുന്നത് കണ്ട് ചത്തു എന്ന് തീർച്ചപ്പെടുത്തി എല്ലാവരും കൂടി എടുത്ത് ഒരു വലിയ വനാന്തരത്തിൽ കൊണ്ടുപോയി അവിടെ ഇട്ടേച്ച് പോവുകയും ചെയ്തു. ആളുകളൊക്കെ പോയെന്ന് കണ്ടപ്പോൾ നമ്പൂരി പതുക്കി എണീറ്റ് തല്ലും ഇടിയും കൊണ്ട് എല്ലെല്ലാം തകർന്നിരുന്നുവെങ്കിലും പ്രാണഭീതിയോടുകൂടി അവിടെ നിന്ന് ഓടിപ്പോരുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇല്ലത്ത് വന്നു ചേർന്നു. പിന്നെ ചില ചികിത്സകളും മറ്റും ചെയ്ത് ദേഹസുഖം നല്ലതുപോലെ ഉണ്ടായതിനു ശേഷമാണ് ഓരോ ദിവ്യത്വങ്ങൾ തുടങ്ങിയത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മന്നത്തങ്ങൾ മിക്കവാറും അസഭ്യങ്ങളാകയാൽ അങ്ങനെയല്ലാത്ത ചില സംഗതികൾ മാത്രമേ ഇവിടെ പറയുവാൻ നിവൃത്തിയുള്ളൂ. ഒരിക്കൽ ഈ നമ്പൂരി ഒരു ദിക്കിൽ ചെന്നപ്പോൾ അവിടെ ഒരു ശാസ്ത്രികൾ ചില കുട്ടികളെ കാവ്യങ്ങൾ വായിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശാസ്ത്രികളുടെ പഠിപ്പിക്കലും കുട്ടികളുടെ പഠിക്കലും അതൊക്കെ കണ്ടും കേട്ടുകൊണ്ടും നമ്പൂതിരി കുറച്ചു സമയം അവിടെയിരുന്നു. അപ്പോൾ ശാസ്ത്രികൾ മൂത്രശങ്കയ്ക്കായി കുളിക്കടവിലേക്ക് പോയി. ആ സമയം രഘുവംശം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ഒരു പദത്തിന്റെ പരിഭാഷ തോന്നാതെ വന്നതിനാൽ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്പൂതിരി ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഒരു പദത്തിന്റെ പരിഭാഷ തോന്നിയില്ല. നമ്പൂരി ചോദിച്ചു, ഏത് പദത്തിൻ്റെയാണ്? കുട്ടി പറഞ്ഞു,
കരി എന്നുള്ളതിൻ്റെതാണ്. നമ്പൂരി പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു തരാം, കരിക്കട്ട എന്ന് ചൊല്ലിയാൽ മതി. മാഘം പഠിപ്പിച്ചുകൊണ്ടിരുന്ന വേറൊരു കുട്ടി അച്ചസ്ഫടിക കക്ഷമ എന്നുള്ളതിൻ്റെ പരിഭാഷ എനിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നമ്പൂരി പറഞ്ഞു, അച്ചസ്ഫടിക കാക്ഷമാല, അച്ഛൻ്റെ സ്ഫടിക കാക്ഷമാല. അച്ഛൻ എന്നാൽ അമ്മയുടെ നായര്, സ്ഫടിക കാക്ഷമാല എന്നെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല, അത് ശാസ്ത്രികളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. നമ്പൂരി യാതൊരു സംശയം കൂടാതെ ഇങ്ങനെ പറഞ്ഞതിനെ വിശ്വസിച്ച് കുട്ടികൾ അങ്ങനെ തന്നെ ഉരുവിട്ടും തുടങ്ങി. അപ്പോഴേക്കും ശാസ്ത്രികൾ തിരിച്ചു വന്നു. ഉടനെ കുട്ടികൾ ഈ അബദ്ധം പറയുന്നത് കേട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടപ്പോൾ നമ്പൂരി ചൊല്ലിക്കൊടുത്തതാണെന്ന് കുട്ടികൾ പറയുകയാൽ പിന്നെ ശാസ്ത്രികളും നമ്പൂരിയും തമ്മിലായി വാദം. ശാസ്ത്രികൾ, ഇതെന്താ നമ്പൂരി കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധം പറഞ്ഞു കൊടുത്തത്? നമ്പൂരി പറഞ്ഞു, തനിക്കൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഇത് അബദ്ധമാണെന്ന് തോന്നുന്നത്. വലിയ ശാസ്ത്രികളാണെന്നും പറഞ്ഞ് ആശാനായിട്ട് ഞെളിഞ്ഞിരുന്നാൽ പോരാ, വല്ലതും കുറച്ചെങ്കിലും പഠിച്ചിട്ട് വേണം മറ്റൊരാളെ പഠിപ്പിക്കുവാൻ പുറപ്പെടുവാൻ. അല്ലാഞ്ഞാൽ അറിവുള്ളവർ പറയുന്നതെല്ലാം അബദ്ധമാണെന്ന് തോന്നും. ശാസ്ത്രികൾ പറഞ്ഞു, ആഹാ, അപ്പോൾ എന്നേക്കാൾ വ്യുത്പത്തി നമ്പൂരിക്കുണ്ടെന്നാണോ ഭാവം? നമ്പൂരി ചോദിച്ചു, അതെന്താ ഇത്ര സംശയം? സംശയം എന്നാ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ താൻ നക്ഷത്രം നോക്കി പോകുമല്ലോ. ശാസ്ത്രികൾ പറഞ്ഞു, എന്നാൽ ആവട്ടെ, എന്തെങ്കിലും ചോദിച്ചോളണം. നമ്പൂരി പറഞ്ഞു, താൻ അമരേശം പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രികൾ ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. നമ്പൂരി പറഞ്ഞു, അതിൽ തന്നെ ഞാനൊന്ന് ചോദിക്കാം. ഇന്ദിര ലോകമാതമാ എന്നും ഭാർഗവി ലോകജനനി എന്നും ഉള്ളിടത്ത് ലോകമാത എന്നും ലോകജനനി എന്നും രണ്ടും കൂടി പ്രയോഗിച്ചിരിക്കുന്നത് എന്തിനായിട്ടാണ്? അവയിൽ ഏതെങ്കിലും ഒന്നായാൽ മതിയായിരുന്നില്ലേ? ശാസ്ത്രികൾ പറഞ്ഞു, ഒന്നായാലും മതിയായിരുന്നു. നമ്പൂരി പറഞ്ഞു, ഇതാണ് തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും ചുരുക്കമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ അതിഗംഭീരനായിരിക്കുന്ന തത്കർക്കാവ് വെറുതെ ഇങ്ങനെയൊരു പദം പ്രയോഗിക്കില്ല. ശാസ്ത്രികൾ പറഞ്ഞു, എന്നാൽ ഇതിന്റെ പ്രയോജനം എന്താണെന്ന് നമ്പൂരി പറഞ്ഞു തരണം. നമ്പൂരി പറഞ്ഞു. നമ്പൂരി മേൽപോട്ടും കീഴ്പോട്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ലോകമാത എന്നും ഈ ലോകജനനി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹാലക്ഷ്മി ഒരു ലോകത്തിലേക്ക് മാത്രമല്ല പരലോകത്തിന്റെ മാതാവെന്നും ഇഹലോകത്തിലെ ജനനിയാവുമെന്നാണ് അതിന്റെ അർത്ഥം. ഒന്നു മാത്രം പറഞ്ഞാൽ ഒരു ലോകത്തിലേക്കല്ലാതെ ആകുമോ? എടോ, ഇതൊക്കെ വല്ലതും പഠിച്ചെങ്കിലേ മനസ്സിലാവൂ. ഇത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ ഒരു ദിവസം വൈകുന്നേരം ഇദ്ദേഹം അമ്പലപ്പുഴയിൽ എത്തിച്ചേർന്നു. കുളിച്ച് സന്ധ്യാവന്ദനാദികളും കഴിഞ്ഞ് അമ്പലത്തിലെത്തി. അന്ന് വാവോ മറ്റോ ആയിരുന്നതിനാൽ അത്താഴമില്ലാതെ ഒരു ദിവസമായിരുന്നു. ഉപായത്തിൽ പലഹാരം വല്ലതും കഴിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്താഴ പൂജ കഴിഞ്ഞ് ശാന്തിക്കാരൻ നേദ്യം കഴിച്ച് അപ്പവും എടുത്തുകൊണ്ട് തിടപ്പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു. അവിടെ ബ്രഹ്മസ്വമായിട്ട് പതിവുള്ള അപ്പം വഴിപോക്കാർക്ക് കൊടുക്കുന്നത് ശാന്തിക്കാര് തന്നെ അപഹരിക്കുകയാണ് പതിവ്. അഥവാ കൊടുത്താലും ഒന്നോ രണ്ടോ മുറിയോ അല്ലാതെ കൊടുക്കുകയില്ല. ഈ പതിവുകൾ മുട്ടൂസ് നമ്പൂരി മുമ്പേ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് അപ്പവും കൊണ്ടുപോയ ശാന്തിക്കാരന്റെ പിന്നാലെ അദ്ദേഹം തിടപ്പള്ളിയിലെത്തി. നമ്പൂരി, എടോ ശാന്തിക്കാരൻ, ഇവിടെ അപ്പം ഒരാൾ തിന്നുകയാണെങ്കിൽ എത്രയെണ്ണം തിന്നും? ശാന്തിക്കാരൻ പറഞ്ഞു, ഞെരുങ്ങിയാൽ ഒരു 20 എണ്ണം തിന്നുമായിരിക്കും. നമ്പൂരി പറഞ്ഞു, ഐ, അതൊന്നുമല്ല, 100 എണ്ണത്തിന് സംശയമില്ല. എന്നെ പോലെയുള്ളവരാണെങ്കിൽ ഒരേ സമയം 200 എണ്ണം തട്ടിയെന്നും വരാം. ശാന്തിക്കാരൻ പറഞ്ഞു, ഏയ്, അതൊരു കാലത്തുമില്ല. അത്ര മിടുക്കന്മാരിപ്പോൾ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. എത്ര പെരുവയറിനാണേലും 30 എണ്ണത്തിലധികം തിന്നുകയില്ല, നിശ്ചയം തന്നെ. നമ്പൂരി പറഞ്ഞു, അതൊന്നുമല്ലടോ, 200 എണ്ണം ഈ പറയുന്ന ഞാൻ തന്നെ കാണിച്ചു തരാം, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ അവർ തമ്മിൽ ഇല്ലെന്നും മൂവെന്നും വലിയ തർക്കമായി. ഒടുക്കം വാദം മുറുകി 5 രൂപ പന്തയവും വെച്ചു. എന്നാൽ ഇപ്പോൾ തന്നെ അത് അറിയണമെന്ന് പറഞ്ഞ് ശാന്തിക്കാരൻ 200 അപ്പം ഒരു ഉരുളിയിലാക്കി നമ്പൂരിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. നമ്പൂരി അവിടെ ഇരുന്ന് പതുക്കെ തിന്നാനും തുടങ്ങി. 10ഓ 15ഓ അപ്പം തിന്നപ്പോഴേക്കും നമ്പൂരിയുടെ വയറ് നിറഞ്ഞു. അപ്പോൾ നമ്പൂരി പറഞ്ഞു, എടോ ശാന്തിക്കാരാ, താൻ ഇത്ര മിടുക്കനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ തന്നെ വീട്ടി. എൻ്റെ വയറിനെ കുറിച്ച് എന്നേക്കാൾ നിശ്ചയം തനിക്കാണല്ലോ. ഇതാ എനിക്കിപ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരപ്പം പോലും തിന്നുവാൻ പ്രയാസമാണ്. ശാന്തികാരൻ പറഞ്ഞു, എന്നാൽ രൂപ തരൂ, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞില്ലേ. നമ്പൂരി പറഞ്ഞു, എടോ, ബ്രഹ്മസ്വംബക അപ്പം ദിവസം തോറും താൻ തിന്നുന്നതിൻ്റെ വില വഴിപോക്കിയ എന്നോട് താൻ കണക്ക് തീർത്ത് തരികയാണ് വേണ്ടത്. അതിൽ നിന്ന് തൻ്റെ ഈ 5 രൂപ എടുത്തുകൊണ്ട് ശേഷം ഇങ്ങോട്ട് തന്നേക്കൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ ഇദ്ദേഹം വേറൊരു ദിക്കിൽ ഒരമ്പലത്തിൽ ചെന്നു. അത് രാവിലെയായിരുന്നു. ആ ക്ഷേത്രം സർക്കാർ വകയാണെങ്കിലും അവിടുത്തെ സകല അധികാരവും അവിടുത്തെ വാര്യർക്കായിരുന്നു. വാര്യര് വലിയ ധനവാനും ഏറ്റവും ഗർവിഷ്ഠനുമായിരുന്നു. നമ്പൂരി കുളിക്കുവാനായി കുളിക്കടവിൽ വന്നപ്പോൾ വാര്യര് മുണ്ടെടുക്കാതെ ഇരുന്ന് എണ്ണ തേക്കുവാൻ ഭാവിക്കുകയാണ്. നമ്പൂരിയെ കണ്ടിട്ട് യാതൊരു വിചാരവും ഭാവിച്ചില്ല. ആ ദേശത്തേക്ക് വാര്യരൊരു പ്രധാനവും ക്ഷേത്രാധികാരിയും ആയിരുന്നതുകൊണ്ട് അങ്ങനെയാണ് പതിവ്.
നമ്പൂരിക്ക് അതൊക്കെ അറിവുണ്ടായിരുന്നതിനാൽ അദ്ദേഹവും അടുക്കൽ ചെന്നിരുന്നു. തേച്ചുകുളി നമുക്ക് പങ്കാളികളായിട്ടാവാം എന്ന് പറഞ്ഞു. ഞാനും തേച്ചു കുളിച്ചിട്ട് വളരെ ദിവസമായി എന്ന് പറഞ്ഞ് നമ്പൂരിയും എണ്ണയെടുത്ത് തേച്ചു തുടങ്ങി. വാര്യർക്ക് കേമമായിട്ട് ദേഷ്യം വന്നു. എങ്കിലും ഒന്നും മിണ്ടിയില്ല. നമ്പൂരി വേഗം വേഗം എണ്ണയും തേച്ചു. കുറെ ഇഞ്ചിയും താളിയും ഇങ്ങോട്ടെടുത്ത് ക്ഷണത്തിൽ തേച്ചുകുളിയും കഴിഞ്ഞ് അമ്പലത്തിലെത്തി. അപ്പോഴേക്കും ഉച്ചപൂജയും കഴിയാറായി. തേവാരമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമസ്കാരം കാലമായി എന്ന് ശാന്തിക്കാരൻ ഒന്ന് പറഞ്ഞു. ഉടനെ നമ്പൂരി പോയി ഉണ്ണാനിരുന്നു. അവിടെ ഉച്ചപൂജയ്ക്ക് സർക്കാർ വകയായ ഒരു പാൽപ്പായസം പതിവുണ്ട്. അത് വഴിപോക്കരായി വരുന്ന ബ്രാഹ്മണർക്ക് ബ്രഹ്മസ്വമായി നമസ്കാരത്തിന് വിളമ്പണമെന്നാണ് ഏർപ്പാട്. എങ്കിലും ദിവസം തോറും വാര്യര് കൊണ്ടുപോയി സബ്ബാട് കഴിക്കുകയും അതാണ് പതിവ്. അതും മുട്ടൂസ് നമ്പൂതിരി അറിഞ്ഞിരുന്നതിനാൽ ഊണ് പകുതിയായപ്പോൾ പാൽപ്പായസം വിളമ്പുവാൻ ശാന്തിക്കാരനോട് പറഞ്ഞു. വാര്യരില്ലാത്തപ്പോൾ പാൽപ്പായസം വിളമ്പാൻ ശാന്തിക്കാരന് ഒരു മടിയുണ്ടായിരുന്നു. വാര്യര് പറഞ്ഞിട്ട് തന്നെയാണ്, ഭയപ്പെടേണ്ട, വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ പാൽപ്പായസം വിളമ്പിക്കൊടുത്തു. നമ്പൂരി മൂക്കം മുട്ടെ സാപ്പാടും കഴിച്ച് വേൽക്കപ്പുരയിൽ പോയി കിടപ്പുമായി. വാര്യര് കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് ഉണ്ണുവാൻ വന്നിരുന്നു. ഊണ് പകുതിയായപ്പോൾ പതിവ് പോലെ പാൽപ്പായസം വിളമ്പുവാൻ പറഞ്ഞു. അപ്പോൾ വിളമ്പിക്കൊട്ട് നിന്ന സ്ത്രീ പാൽപ്പായസം ആ വഴി പോക്കൽ നമ്പൂരിക്ക് കൊടുത്തു. വാര്യർ അതുവോ ആര് പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് ചോദിച്ചു. സ്ത്രീ പറഞ്ഞു, അമ്മാവൻ പറഞ്ഞു എന്നാ നമ്പൂരി പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് ശാന്തിക്കാരൻ പറഞ്ഞു. വാര്യർ പറഞ്ഞു, ആഹാ, ദ്രോഹി വ്യാജം പറഞ്ഞ് പറ്റിക്കുകയാണല്ലോ ചെയ്തത്. എന്നാൽ അയാളോടൊന്ന് ചോദിച്ചിട്ട് തന്നെ വേണം വിടാൻ. എന്നിട്ടേ ഇനി ഊണ് ഭാവമുള്ളൂ. കൈയും മടക്കി പിടിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടെണീറ്റ് വെലിക്കൽപുരയുടെ വാതിൽക്കൽ ചെന്ന് പാൽപ്പായസം മേടിച്ചുണ്ടാവാൻ ഞാൻ നമ്പൂരിയോട് പറഞ്ഞുവോ എന്ന് ചോദിച്ചു. നമ്പൂരി പറഞ്ഞു, ആ കേശവ, നീ എന്തൊരു വാര്യരാണ്, നിനക്കുണ്ടോ അഷ്ടാംഗ ഹൃദയം? ഏഭ്യ, മേനിപ്പള്ളി ശങ്കുവാര്യര് മഹായോഗ്യൻ, നല്ല അഷ്ടഹൃദയക്കാരൻ. അയാളാണ് തേച്ചു കുളിച്ചാൽ പാൽപ്പായസം ഉണ്ണണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നീ പറഞ്ഞാൽ ആര് കേൾക്കും? ഞാൻ നിന്റെ വാലിക്കാരനാണോ? ഇപ്രകാരം യാതൊരു തടസ്സവും കൂടാതെ നമ്പൂരിയുടെ ശകാരം കേട്ടപ്പോൾ വാര്യരിന് വല്ലാതെ അന്ധനായി തീർന്നു. അതിനു മുമ്പ് ഒരിക്കൽ പോലും ആരും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലാതിനാൽ ഇത് ഏറ്റവും ദുസ്സാഹസമായി ഭവിക്കുകയാൽ ഇനിയും നമ്പൂരി വല്ലതും പറയുന്നതിനും വല്ലവരും വന്നും കേൾക്കുന്നതിനും ഇടയാക്കേണ്ടതെന്ന് വിചാരിച്ച് അത്യന്തം ലജ്ജയോടുകൂടി അഭിമാനനിധിയായ വാര്യർ ക്ഷണത്തിൽ വാര്യത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. നമ്പൂരിയുടെ വഴിക്ക് നമ്പൂരിയും പോയി. പിന്നെ ഒരിക്കൽ ഇദ്ദേഹം ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഉത്സവമായിരുന്നു. എന്തോ കാരണവശാൽ അവിടെ കൂത്തിന് വന്നിരുന്ന നമ്പ്യാരുമായി മുഷിയുന്നതിനിടയായി. അതിനാൽ നമ്പ്യാരെ ഒന്ന് പറ്റിക്കണമെന്ന് നിശ്ചയിച്ചു. അവിടെ ഉത്സവം നടത്തിക്കൊണ്ടിരുന്ന തഹസീൽദാർ ക്ഷേത്ര മര്യാദകളൊന്നും നിശ്ചയമില്ലാതെയും ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് പോലും കിടക്കുവാൻ പാടില്ലാതെയുമുള്ള ഒരു സാധു മനുഷ്യനായിരുന്നു. നമ്പൂരി ആ തഹസീൽദാരുടെ അടുക്കൽ സേവയ്ക്കത്തുകൂടി ഒന്നാം തരത്തിൽ ഉണ്ടയില്ലാതെ ഒരു വെടിപുറത്ത് പിടിപ്പിച്ചു. എങ്ങനെയെന്നാൽ ഇവിടെ ഉത്സവകാലത്ത് വിളക്കിന്റെ ഇടയ്ക്കുള്ള പ്രദക്ഷിണത്തിന് മുമ്പാകെ നമ്പ്യാർ മിഴാവൂദ്യം കൂടെ എടുത്ത് സേവിക്കുക പതിവുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് കാണുന്നില്ല. ക്ഷേത്രങ്ങളിൽ ഈ വാദ്യം വളരെ മുഖ്യമായിട്ടുള്ളതാണ്. യജമാനൻ ഇതിൻ്റെ നിശ്ചയമില്ലായിരിക്കുമെന്ന് വിചാരിച്ച് നമ്പ്യാർ ഇത് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ അതുകൂടെ നടത്തുവാനായി ചട്ടം കെട്ടാത്ത പക്ഷം യജമാനനെ വളരെ കുറച്ചിലാണ്. ഇപ്രകാരം നമ്പൂരിയുടെ വ്യാജവചനത്തെ കേട്ട് വിശ്വസിച്ച് സാധുവായ തഹസീൽദാർ പാവപ്പെട്ട നമ്പ്യാരെ കൊണ്ട് മഹാമേരുവിനെ പോലെ ഇരിക്കുന്ന മിഴാവ് ഒരു ദിവസം കെട്ടിയെടുപ്പിച്ചു അത്രേ. പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമ്പ്യാർ നമ്പൂരിയെ ശരണം പ്രാപിച്ചു. പിന്നെ അദ്ദേഹം തന്നെ തഹസീൽദാരുടെ അടുക്കൽ പറഞ്ഞു. നമ്പ്യാരുടെ ഈ ഗ്രഹപ്പിഴ ഒഴിച്ചുവിടുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ മുട്ടസ് നമ്പൂതിരി വഴിയാത്രയിൽ ഒരു ലുബ്ധനായ നമ്പൂരിയുടെ ഇല്ലത്ത് ഊണ് കഴിക്കുവാനായി കയറി. അവിടുത്തെ നമ്പൂരി വഴിപോക്കർക്ക് പച്ചവെള്ളം പോലും കൊടുക്കാത്ത കശ്മലനാണെന്ന് മുട്ടസ് നമ്പൂതിരി അറിഞ്ഞതിനാൽ അവിടെയും അദ്ദേഹം ഒരു ഉപായമാണ് ഉപയോഗിച്ചത്. മുട്ടസ് നമ്പൂരി മുറ്റത്ത് ചെന്നിരുന്ന് ഒരു ചുമച്ചപ്പോൾ അകത്ത് തേവാരം കഴിച്ചുകൊണ്ടിരുന്ന ഗൃഹസ്ഥൻ നമ്പൂരി ദുർമുഖവും കാണിച്ചുകൊണ്ട് പതുക്കെ പുറത്തേക്ക് വന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. മുട്ടസ് നമ്പൂതിരി, ഞാൻ കുറച്ചു ദൂരെ ഒരു സ്ഥലത്ത് പോയി വരികയാണ്. നമ്മുടെ അമ്മയുടെ ശ്രാദ്ധം ഇന്നാണ്. നിവൃത്തിയുണ്ടെങ്കിൽ അത് മുട്ടിക്കാതെ ഇവിടെ കഴിച്ച് പോയാൽ കൊള്ളാമെന്നുണ്ട്. പണം എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യുവാൻ തയ്യാറാണ്. അന്ന് കൃപയുണ്ടായി അത് കഴിപ്പിക്കണം. ശ്രാദ്ധവും മൂസു തന്നെ വേണമെന്നും എൻ്റെ ആഗ്രഹമാണ്. ഇത് കേട്ടപ്പോൾ ദക്ഷിണയായിട്ടും സാമാവിനായിട്ടും പണം കുറെ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്, എന്നാൽ ചതുർവിധമായിട്ട് തന്നെ വേണോ എന്ന് ഗൃഹസ്ഥൻ ചോദിച്ചു. മുട്ടസ് നമ്പൂതിരി, അമ്മയുടെ ശ്രാദ്ധം അങ്ങനെയല്ലാതെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ ആയാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. പണം എത്ര വേണമെങ്കിലും ഉണ്ട്.
ഗൃഹസ്ഥൻ മറുപടി പറഞ്ഞു. എന്നാൽ വേണ്ടതുപോലെയൊക്കെ ആവാം. മുട്ടസ് നമ്പൂരി പറഞ്ഞു. എന്നാൽ അങ്ങ് തേച്ചു കുളിക്കണം. എണ്ണയുടെ വില കൂടി എന്താണെന്ന് വെച്ചാൽ എന്നേക്കാം. ഉടനെ ഗൃഹസ്ഥൻ അങ്ങനെ തന്നെ ആവാമെന്ന് സമ്മതിച്ചു. പിന്നീട് അകത്തു പോയത് വേണ്ടതെല്ലാം ക്ഷണത്തിൽ വെച്ചുണ്ടാക്കിയതിന് ശേഷം അതും ചട്ടക്കെട്ടി എണ്ണയും എടുത്ത് രണ്ടുപേരും കൂടി കുളിക്കുവാൻ പോയി. മുട്ടസ് നമ്പൂരി ക്ഷണത്തിൽ കുളി കഴിഞ്ഞു. എന്നാൽ ഞാൻ പോയി എല്ലാം വട്ടം കൂട്ടട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് കുളി കഴിച്ച് വേഗത്തിൽ വന്നേക്കൂ എന്നും പറഞ്ഞ് ഇല്ലത്തിലെത്തി. അപ്പോഴേക്കും അന്തർജനം വേലിക്ക് വേണ്ടതെല്ലാം വെച്ചുണ്ടാക്കി. 4 കെട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വാതിലും ചാരി അടുക്കളയിലേക്ക് പോയി. ഇനി അകത്തേക്ക് കടക്കാമെന്ന് പറഞ്ഞേക്കിടി എന്ന് പറഞ്ഞു. ഉടനെ മുട്ടസ് നമ്പൂതിരി അടക്കത്തേക്ക് കിടന്ന് 4 കെട്ടിന്റെ പുറത്തേക്കുള്ള വാതിലുമെല്ലാം അടിച്ച് സാക്ഷിയും വിട്ട് അവിടെ ഇരുന്ന് തന്നെത്താൻ വിളമ്പി വെട്ടിപ്പായിട്ട് ഊണും തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൃഹനാഥൻ നമ്പൂരി തേച്ചുകുളിയും കഴിഞ്ഞ് വാതിൽക്കൽ വന്ന് മുട്ടു വിളിക്കുവാൻ തുടങ്ങി. മുട്ടസ് നമ്പൂതിരി ഇതാ ഞാൻ വരുന്നു, കുറച്ചു നേരം അവിടെ നിൽക്കണം, ഇതൊരു മുഴുവനായിക്കോട്ടെ എന്ന് പറഞ്ഞു. സാവധാനത്തിൽ എന്നിട്ട് ഊണ് കഴിക്കുകയും ചെയ്തു. ഊണ് കഴിഞ്ഞ് കയ്യും മടക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഇടത്തെ കൈകൊണ്ട് വാതിൽ തുറന്നപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂതിരി അല്ലേ തനിക്ക് ശ്രാദ്ധം ഊട്ടാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. മുട്ടസ് നമ്പൂരി പറഞ്ഞു, എൻ്റെ മൂസ് ദേഷ്യപ്പെടരുത്. അന്താളിത്തം കൊണ്ട് എനിക്ക് അല്പം തെറ്റിപ്പോയി. ഇവിടെ വന്നപ്പോഴാണ് ഓർമ്മയുണ്ടായത്. ഇന്നമ്മയുടെ ശ്രാദ്ധമല്ല, എൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് തരക്കേടൊന്നും ഉണ്ടായില്ല. അടപ്രഥമൻ ധാരാളം, ദേഹണ്ടമെല്ലാം അദശ്യമായി. ഇത് കേട്ടപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂതിരി കോപാന്തനായി കണ്ണും ചുവത്തിക്കൊണ്ട് എന്താണിതിന് മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ മുട്ടസ് നമ്പൂതിരി ഒക്കെയും കഴുകി പിടികെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇദ്ദേഹം ഒരിക്കൽ ആറാട്ടുപുഴ പൂരം കാണുവാൻ പോവുകയുണ്ടായി. ആറാട്ടുപുഴയെ പൂരത്തിന് പോകുന്നവർ തങ്ങൾക്കുള്ളവയെല്ലാം കഴിഞ്ഞ് കിട്ടുന്നിടത്തോളം ഇരവലും വാങ്ങി സർവാഭരണ ഭൂഷിതമാരായിട്ടാണല്ലോ പോവുക. എന്നാൽ മുട്ടസ് നമ്പൂരി പോയത് അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ തറവാട്ടുകയായുള്ള സകല വസ്തുക്കളുടെയും ആധാര പ്രമാണങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി എടുത്തും കൊണ്ടാണ് പൂരസ്ഥലത്തേക്ക് ഒരാൾ കയറി ആധാരപ്പെട്ടിയും തലയിൽ വെച്ചുകൊണ്ട് പൂരം കാണുവാൻ പുറപ്പെട്ടത്. അനന്യ സാധാരണമായ ഈ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണെന്ന് ചിലർ ചോദിച്ചപ്പോൾ അവരവർക്കുള്ള ദിവ്യപുഷ്ടി എത്രത്തോളം ഉണ്ടെന്നല്ലേ ഇവിടെ കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ആളുകളെല്ലാം ഇത്ര വളരെ സ്വർണം ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണ്? അതിനാൽ നമുക്കുള്ള സഭ്യാന്ത്യങ്ങളുടെ ആധാരങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നതാണ്. ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ടുള്ളത് വസ്തുക്കളായിട്ടാണ്, സ്വർണമായിട്ടല്ല. പിന്നെ ഇങ്ങനെയല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് 70-ലധികം സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞു വന്നിരുന്ന പല യോഗ്യന്മാരും ഇത് കേട്ട് സാമാന്യത്തിലധികം മധ്യമായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ഇദ്ദേഹം ആദ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു ദിവസം പൊന്നു തമ്പുരാൻ തിരുമനസിന്റെ കോവിലെഴുന്നള്ളുന്ന സമയത്ത് മുണ്ടുകൊണ്ട് തല മൂടിക്കൊണ്ട് ശിവേലിപൂരിലുള്ള ഒരു വലിയ കൽത്തട്ടിയിലിറങ്ങി മുഖം മാത്രം പുറത്തേക്ക് കാണിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ തിരുമനസം കൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ മുഖം കണ്ടു. അതാരാണ് കൽത്തൊട്ടിയിൽ ഇറങ്ങിയിരിക്കുന്നത്, വിളിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഉടനെ ഒരു ഹരിക്കാരൻ നമ്പൂരിയെ വിളിച്ച് തിരുമുമ്പാകെ കൊണ്ടു ചെന്നു. എന്തിനായിട്ടാണ് അതിൽ ഇറങ്ങിയിരുന്നത് എന്ന് കൽപ്പിച്ച് ചോദിച്ചു. നമ്പൂരി പറഞ്ഞു, ഇവിടെ വന്നാൽ മുഖം കാണിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതിലിറങ്ങിയിരിക്കാൻ തന്നെ മുഖം മാത്രമായിട്ട് കാണിക്കാൻ പ്രയാസമായിട്ട് ഇറങ്ങിയതാണ്. നമ്പൂരിയുടെ ഭരിതം കേട്ടിട്ട് തിരുമനസം കൊണ്ട് സന്തോഷിച്ച് സമ്മാനം കൽപ്പിച്ചു കൊടുക്കുന്നല്ലാതെ ഒട്ടും തിരുവുള്ളക്കേടുണ്ടായില്ല. ഇതെല്ലാം ഇദ്ദേഹം സേവിച്ച ആ ത്രിമധുരത്തിന്റെ മാഹാത്മ്യമാണ്. അദ്ദേഹം എന്തു പ്രവർത്തിച്ചാലും എന്തു പറഞ്ഞാലും അദ്ദേഹത്തോടുള്ള വിരോധം തോന്നുകയില്ല. അത് വെറുതെ വരുന്നതല്ലല്ലോ. അദ്ദേഹം ആണ്ടുതോറും തൃപ്പൂണിത്തറ ഉത്സവത്തിന് പോകാറുണ്ടായിരുന്നു. ആട്ടം, ഓട്ടം തുള്ളൽ, ഞാണിന്മേൽ കളി, വാളേറ്, ചെപ്പടി വിദ്യ, അമ്മാനാട്ടം, കുർത്തിയാട്ടം, ആണ്ടിയാട്ടം മുതലായവ എല്ലാ കൂട്ടവും അദ്ദേഹം ഓരോന്ന് ചാർത്തുകയും പതിവാണ്. മറ്റു ചാർത്തുകാരെ കൊണ്ട് അദ്ദേഹത്തിന്റെ പേർ കൂടി ഓരോ പ്രാവശ്യം കളിപ്പിക്കും. ആ വകയ്ക്കുള്ള അരിക്കോപ്പുകൾ വാങ്ങി അവർക്ക് കൊടുക്കും. പണം മുഴുവനും അദ്ദേഹം എടുക്കും. അങ്ങനെയാണ് പതിവ്. പാടകം പറയുന്നതിലുള്ള ഒന്നു മാത്രം ആൾപ്പേരെ കൊണ്ട് സാധിക്കാത്തകയാൽ അത് അദ്ദേഹം തന്നെ നടത്തുക. വേഷം കെട്ടി വിളക്കത്ത് നിൽക്കുന്നതല്ലാതെ പാടകം പറയാനുള്ളതെല്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ഒന്നും പറയാറില്ല. യോഗ്യന്മാരായ അനേകം പാടകക്കാർ വേറെ ഉള്ളതും കൊണ്ടും ആരും ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോകാറുമില്ല. ഒരു ദിവസം പാടകം കേട്ടുകൊണ്ടിരുന്നവരെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി നമ്പൂരി നിശ്ചയിച്ച് ഒരു ഉപായം ചെയ്തു. എങ്ങനെയെന്നാൽ 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് അയ്യോ പാവേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അത് കേട്ട് ആളുകളൊക്കെ പരിഭ്രമിച്ച് എന്തെന്നറിയാനായിട്ട് ഓടി ഇദ്ദേഹം വേഷം കെട്ടി നിൽക്കുന്ന ദിക്കിലേക്ക് ചെന്നു. അപ്പോൾ നമ്പൂരി ഇങ്ങനെ നിലവിളിച്ചും കൊണ്ട് ആ ശൂർപ്പണകരൻ്റെ അടുക്കിലേക്ക് ചെന്നു എന്ന് പറഞ്ഞ് പാടകവും മതിയാക്കി. കേൾവിക്കാരനുമല്ലാതായപ്പോൾ മറ്റു പാടക്കാർക്കും മതിയാക്കി. അങ്ങനെ കേൾവിക്കാർക്കും അതുമല്ല ഇതുമല്ലാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഒരു ദിവസം ഒരു നല്ല വിപ്തനായ ഒരാൾ നമ്പൂരിയെ ആക്ഷേപിക്കണമെന്ന് കരുതിക്കൊണ്ട് നമ്പൂരിയുടെ പാടകം കേൾക്കുവാനെന്ന് ഉറപ്പിച്ച് അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, ഗഡോ പടാ ഗടാ പടാ ഗടാ പടാ പടാ പടാ.
എന്നൊരു ശ്ലോകം ചൊല്ലി അദ്ദേഹത്തിന് തോന്നിയതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളെല്ലാം അതിനർത്ഥമായിട്ട് പറഞ്ഞു. പാഠകം കഴിഞ്ഞ ഉടൻ ആ വിദ്വാൻ നമ്പൂരിയോട്, ഹേയ്, ഈ ശ്ലോകം ഏത് പ്രബന്ധത്തിലുള്ളതാണ്? ഇതിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നമ്പൂരി പറഞ്ഞു, ഭം കുശവ, നീ പറയുമ്പോഴൊക്കെ പറയുവാൻ ഞാൻ നിന്റെ ശിഷ്യനാണോ? ഏത് പ്രബന്ധത്തിലുള്ളതാണെന്ന് അറിയണമെങ്കിൽ ഗ്രന്ഥപരിചയമുള്ള ആണുങ്ങളോട് വല്ലവരോടും പോയി ചോദിക്കും. എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. വിദ്വാനായിട്ട് ഞാനൊരുത്തൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. കുട്ടൂസ് നമ്പൂതിരി ഓരോ സംഗതിവശാൽ അനേകം ഭാഷാ ശ്ലോകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവ അത്ര സഭ്യങ്ങളല്ലാത്തതിനാൽ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. ശ്ലോകങ്ങളെല്ലാം സാമാന്യം നന്നായിട്ടുണ്ട്. യാത്രകളിൽ അദ്ദേഹം കൊങ്ങിണി മുതലായ അനേകം വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. വേഷങ്ങളെല്ലാം വളരെ നന്നായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. വാക്കുകളെല്ലാം ഫലിതമായിരിക്കും. കുട്ടൂസ് നമ്പൂരിയുടെ വേഷം അരങ്ങത്ത് വന്നാൽ പോകുന്നതുവരെ കാഴ്ചക്കാരിൽ ഒരുത്തരെങ്കിലും ഒരു സമയവും ചിരിക്കാതിരുന്നു പോയി എന്ന് വരാറില്ല. അദ്ദേഹത്തിന്റെ വേഷം കണ്ടിട്ടുള്ളവരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ പലരുമുണ്ട്. ഈ നമ്പൂരി കുറച്ചുകാലം തിരുവാർപ്പിൽ വലിയ മേനോർ ആയിട്ടും ഇരിക്കുന്നുണ്ട്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 10 പൂർണ്ണമായി. ഇനി അധ്യായം 11 പുള്ളിയാമ്പള്ളി നമ്പൂരി തുടരും.